ഹായ് ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഇന്ന് ഞാൻ വിചാരിച്ചു ഒരു ഈവനിങ് വ്ളോഗ്. എൻ്റെ പള്ളിയിൽ നിന്നുള്ള കരോളൊക്കെ വരുന്നുണ്ട്, അപ്പം അതൊക്കെ നിങ്ങളെ ഞാൻ കാണിച്ചു തരാം. പിന്നെ കുറച്ച് കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട്, വൈൻ ഉണ്ടാക്കുന്നുണ്ട്. അപ്പം വീഡിയോയിലേക്ക് പോവാം. ഞാൻ ഉച്ചയ്ക്ക് കുറച്ച് നേരം ഒന്ന് ഉറങ്ങിയായിരുന്നു. അത് കഴിഞ്ഞിട്ട് മുടിയൊക്കെ നന്നായിട്ട് ചീപ്പി കാപ്പി പിടിക്കാൻ വന്നതാണ്. അതിനുശേഷം കുറച്ച് ചെടിക്ക് വെള്ളമൊക്കെ ഒഴിക്കാനുണ്ടായിരുന്നു. അതിനൊക്കെ അപ്പം വെള്ളമൊക്കെ ഒഴിച്ചു കൊടുത്തു. അത് കഴിഞ്ഞ് ഒരു ചെറിയൊരു പച്ചക്കറി തോട്ടമുണ്ട്. പച്ചക്കറി തോട്ടം എന്ന് പറയാൻ പറ്റില്ല, പച്ചമുളകും പയറും വെണ്ടയും ഉണ്ട്. പിന്നെ മിൻറ്റ് ലീഫുണ്ട്. അത് കടയിൽ നിന്ന് മേടിച്ച മിൻറ്റ് ലീഫ് നട്ട് കിളിപ്പിച്ചതാണ്, അതും കുറച്ചുണ്ട്. ഇത് വെച്ചിട്ട് ഞാൻ മൊജീറ്റോ ഉണ്ടാക്കുന്നൊരു വീഡിയോ ചെയ്തിട്ടുണ്ട്, കണ്ടു നോക്കുക, നല്ലതായിരുന്നു. അപ്പോഴത്തേനും മമ്മി കട്ട്ലേറ്റ് ഒക്കെ ഉണ്ടാക്കി റെഡിയാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. അതൊക്കെ കഴിച്ചു. നല്ല മഴയുണ്ടായിരുന്നു. ചൂട് കട്ട്ലേറ്റ് മഴയത്ത് തിന്നാൻ നല്ല ടേസ്റ്റായിരുന്നു. അത് കഴിഞ്ഞ് കുറച്ച് നെല്ലിക്ക ഇരിപ്പുണ്ടായിരുന്നു, അത് ഉപ്പിലിട്ട് വെച്ചു. പിന്നെ എൻ്റെ വീഡിയോ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് കൂടെ ചെയ്തേക്കണേ. പിന്നെ വൈകുന്നേരം ആയപ്പോഴത്തേനും ക്രിസ്മസ് ട്രീ ഒക്കെ അലങ്കരിച്ച് ലൈറ്റൊക്കെ ഇട്ടു. 6 മണിയായി. അപ്പോൾ നല്ലപോലെ അലങ്കരിച്ചിട്ടൊക്കെ ഉണ്ട്. അതിൻ്റെ വീഡിയോ ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോഴത്തേനും നമ്മുടെ കരോള് വന്നു. അങ്ങനെ കരോളൊക്കെ വന്നിട്ട് പോയി. നമുക്കിനി വൈൻ ഉണ്ടാക്കാൻ വേണ്ടി മുന്തിരി നന്നായിട്ട് കഴുകി വെള്ളമൊക്കെ കളഞ്ഞിട്ട് നമ്മളൊരു കലത്തിലേക്ക് മുന്തിരി ഇട്ട് കൊടുക്കുന്നുണ്ട്. അതിനകത്തേക്ക് ഏലക്കയും ഗ്രാമ്പൂ, പട്ട ഇതൊക്കെ നമ്മൾ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. എന്നാൽ നമ്മൾ 1.5 കപ്പ് വെള്ളം ഒഴിച്ച് നന്നായിട്ട് തിളപ്പിക്കുന്നുണ്ട്. അതിലേക്ക് തന്നെ 1 കിലോ പഞ്ചസാരയും ചേർക്കുന്നുണ്ട്. 1 കിലോ അടുപ്പിച്ച് പഞ്ചസാര ചേർക്കുന്നുണ്ട്. മുന്തിരി 1 കിലോ ഉണ്ട്, അതുകൊണ്ടാണ് അത്രയും ചേർക്കുന്നത്. ഇനി ഇത് നന്നായിട്ടൊന്ന് തിളപ്പിച്ച് കൊടുക്കണം. ഫസ്റ്റ് ടൈമാണ് ഞങ്ങളുടെ വീട്ടിൽ ഇങ്ങനെ വൈൻ ഉണ്ടാക്കുന്നത്. അതിൻ്റെ എക്സൈറ്റ്മെൻ്റ് ഉണ്ട് ഇതുണ്ടാക്കുമ്പോൾ. ഇതൊന്ന് ചൂട് മാറുമ്പോഴത്തേനും നമ്മൾ ഈസ്റ്റ് ഇട്ട് നന്നായിട്ടൊന്ന് ഇളക്കിയിട്ട് പാത്രത്തിനകത്താക്കി ഒന്ന് മാറ്റി വെക്കുന്നുണ്ട്. എന്നും രാത്രി ഇതൊന്ന് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കണം. എന്നിട്ട് 3 ദിവസം കഴിഞ്ഞുള്ളതാണിത്, ഈ വീഡിയോ. അതിന് ശേഷം അതെടുത്ത് നന്നായിട്ട് അരിക്കണം. ഇങ്ങനെ 2 കുപ്പിയിലുള്ളത് നന്നായിട്ട് അരിച്ച് മാറ്റിയിട്ട് അതേ കുപ്പിയിൽ തന്നെയാണ് സ്റ്റോർ ചെയ്യുന്നത്. നന്നായിട്ട് മുറുക്കി അതേ കുപ്പിയിൽ തന്നെ അടച്ചു വെക്കുന്നുണ്ട്. ഇനി ഇത് 25-ാം തീയതിയാണ് പൊട്ടിക്കുന്നത്. ഇതിപ്പോൾ ഇപ്പോഴേ തന്നെ ആയിട്ടുണ്ട്. ഈ വൈൻ കുടിക്കാൻ വേണ്ടി ഞാൻ എക്സൈറ്റഡ് ആണ്. ഇങ്ങനത്തെ വീഡിയോസൊക്കെ നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ കമൻറ്റ് ചെയ്തേക്കണേ. എന്തായാലും ഇപ്പം തന്നെ ലൈക്ക് കൂടെ ചെയ്തേക്കണേ. ഞാൻ ഈ മുന്തിരി ഉണ്ടാക്കുന്ന റെസിപ്പി ഒരു വീഡിയോ കൊണ്ട് ചെയ്തതാണ്. ഇതിപ്പോൾ തന്നെ അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട്. ഞാൻ കുറച്ച് ടേസ്റ്റ് ചെയ്ത് നോക്കിയിട്ടുണ്ടായിരുന്നു. ഇനി 25-ാം തീയതി വരെ ഞാൻ വെയിറ്റിംഗ് ആണ്, ഒന്ന് നല്ലതുപോലെ ഒന്ന് ടേസ്റ്റ് ചെയ്യാനായിട്ട്. അങ്ങനെ നമ്മുടെ വൈൻ സെറ്റായിട്ട് നമ്മൾ ഒഴിച്ച് അടച്ചു വെക്കാൻ പോവാണ്. ഇതൊക്കെ ചുറ്റി അടച്ചു വെച്ചാൽ അത്രയും നല്ലത്. നല്ല എയർ കയറാത്ത രീതിയിലുള്ള പാത്രത്തിൽ വേണം ഇത് അടച്ചു വെക്കാൻ. ഇന്ന് നമ്മൾ രാത്രി KFC ആണ് കഴിക്കുന്നത്. എന്നും KFC ഒന്നും അല്ല കഴിക്കുന്നത്, ഇന്ന് ഒരു കൊതി വാങ്ങിച്ചതാണ്. ഇതുപോലുള്ള വീഡിയോസിനെ എന്തായാലും സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. ഓക്കെ, ബൈ.